ഒരു നടനെതിരെ കംപ്ലൈന്റ് കൊടുത്തില്ലേ? ഇന്ന് ആ നടൻ ഖേദപ്രകടനം നടത്തിയപ്പം നടി അത് കംപ്ലൈന്റ് പിൻവലിച്ച്. അതേപറ്റിയുള്ള ന്യൂസ് കണ്ടായിരുന്നു. രണ്ട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയാനുണ്ട്. വണ്ടി ഓടിക്കുന്ന കാരണം ക്യാമറയിലോട്ട് നോക്കുന്നില്ല, കാര്യങ്ങൾ പറഞ്ഞു. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പോലീസ് അദ്ദേഹത്തെ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സിനിമ ഫീൽഡിലുള്ളവരല്ലേ, ഈ കാശുള്ളവരൊക്കെ ആകുമ്പോൾ ഇനി MDMA അല്ല, ഇനി എന്ത് മയക്കുമരുന്നുകൾ ഉപയോഗിച്ചാൽ പോലും അതൊക്കെ കൂവപ്പൊടിയായിട്ടൊക്കെ പിന്നീട് വരും. ഇനി സാധാരണക്കാരന്റെ കയ്യിൽ ഒരു കൂവപ്പൊടി വരുന്നെങ്കിൽ അത് ഇനി ഏത് MDMA ആയിട്ടും വരും. അതാണ് നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു കുഴപ്പം. അതുകൊണ്ട് തന്നെ ഈ കേസ് ഇല്ലാതാവും എന്നുള്ള കാര്യം നമുക്ക് ആദ്യം അറിയാം. അതുകൊണ്ടായിരുന്നു ഇതിനെപ്പറ്റി ഞാൻ ആദ്യമേ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒഴിവാക്കിയതാണ്. അപ്പൊ എന്തായാലും ഇത് അവസാനം ഇത് കൂവപ്പൊടിയിലെത്തുമെന്ന് അറിയാം. ഇനി അതുപോലെ തന്നെ എനിക്ക് നമ്മുടെ പ്രവാസികൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വർഷങ്ങൾ കൊണ്ട് 10 വർഷം, 20 വർഷം, 30 വർഷം, 40 വർഷമൊക്കെ ആയ പ്രവാസികളും മറുനാടൻ മലയാളികളും ഒക്കെ ഒരുപാട് പേരുണ്ട്. നമ്മളൊക്കെ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് നാട്ടിലോട്ട് ചെല്ലുമ്പോൾ നമുക്കൊന്നുമില്ലാത്ത ഒരു അവസ്ഥയിലൊക്കെ ചെല്ലുന്ന ഓരോ പ്രവാസികളെ പറ്റി, മറുനാട്ടിൽ ജീവിച്ചിട്ടുള്ള മലയാളിയെ പറ്റി നമുക്കറിയാം. പക്ഷെ ഇനി ഇപ്പോഴെന്ന് പറയുമ്പോൾ നാട്ടിൽ എന്തെങ്കിലും ഒരു ക്രൈം ചെയ്തിട്ട് ഒരു 10 കൊല്ലം ജയിലിൽ കിടന്നിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പെൻഷൻ സഹിതം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കൊല്ലം ഈ വെയിലും കൊണ്ട് ബന്ധുക്കളെയും നാട്ടുകാരെയും സ്വന്തക്കാരെയും ഒക്കെ നമ്മൾ മിസ് ചെയ്തുകൊണ്ട് ഈ പ്രവാസ ജീവിതം അല്ലെങ്കിൽ മറുനാടൻ ജീവിതം ഒക്കെ ജീവിക്കുന്ന ഓരോ മലയാളികളും വെറും മണ്ടന്മാരാകുന്ന ഒരു സിറ്റുവേഷൻ. പ്രവാസിയാണെങ്കിൽ നമ്മൾ പ്രവാസ ലോകത്ത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ പല സംഘടനകളുണ്ട്. അവർ വന്നിട്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ ക്ഷേമ പെൻഷനിലേക്ക് വേണ്ടി ചേർക്കും. ഈ ചേർക്കുന്ന സമയത്ത് നമ്മൾ സാധാരണക്കാര് ഇവരുടെ വാക്കുകളൊക്കെ കേട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയൊരു എമൗണ്ട് വെച്ച് അടയ്ക്കാമെന്നുള്ള രീതിയിൽ ഈ ക്ഷേമ പെൻഷന് നമ്മൾ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കും. പിന്നീട് നമ്മൾ ഈ പൈസ ഓരോ മാസവും അടയ്ക്കും. അതും നമ്മൾ 10-20 കൊല്ലം അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ പ്രവാസ ജീവിതമൊക്കെ അവസാനിച്ച് നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഇത്ര അടച്ച പൈസയും വേസ്റ്റ് ആണ്. ഇനി അഥവാ ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് അടച്ചു, അതിന് ശേഷം നമുക്ക് ക്ഷേമ പെൻഷൻ കിട്ടണമെങ്കിൽ പിന്നെ ഇതിന്റെ പിന്നാലെ നമ്മൾ കുറെ നടക്കണം. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. എന്തെങ്കിലും ഒരു ക്രൈം ചെയ്താൽ മതി. അത് ഞാൻ പറയുന്നത് വലിയ ക്രൈം ഒന്നും വേണ്ട. നമ്മളേതെങ്കിലും ഒരു കാട്ടിൽ പോയിട്ട് ഒരു കാട്ടുപോത്തിനെയോ അല്ലെങ്കിൽ ഒരു തത്തയെ പിടിച്ചോ അല്ലെങ്കിൽ ഒരു പട്ടിയെ തല്ലിക്കൊന്നോ അതൊക്കെ ഒരു വലിയൊരു ക്രൈമാണ് നമ്മുടെ നാട്ടില്. അപ്പൊ ഈ മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ 1-2 ദിവസത്തിനുള്ളിൽ നമ്മൾ പുറത്തിറങ്ങും. അത്രേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ. പക്ഷെ ആ സമയം നമ്മൾ മൃഗങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ വലിയ ക്രൈമാണ്, നമ്മൾ കുറെ നാളകത്ത് കിടക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ കിടന്നിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ സുഖമായി ജീവിക്കാം, ജോലിയൊന്നും ചെയ്യേണ്ട, അടിപൊളി ഭക്ഷണങ്ങൾ ജയിലിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല പെൻഷനും ഒക്കെ വാങ്ങിച്ച് സുഖമായിട്ട് വാർദ്ധക്യം നമുക്ക് നാട്ടിലെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. ഇതൊക്കെ തന്നെ ഉള്ളൂ ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്.